ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. സിംഹാസനത്തിലെ 4ാമത്തെ പ്രതിമ കഥ പറഞ്ഞു തുടങ്ങി. തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിക്രമാദിത്യ മഹാരാജാവ് നിരവധി ശത്രുരാജ്യങ്ങളെ ആക്രമിച്ച് തോൽപ്പിക്കുകയും സൗഹൃദം സൂക്ഷിക്കുന്ന രാജാക്കന്മാരെ ആ രാജ്യങ്ങളുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അബദ്ധസഞ്ചാരികളായ രാക്ഷസന്മാർ പോലും അദ്ദേഹത്തെ ഭയന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജധാനിയായ ഉജ്ജയിനിയുടെ കീർത്തി നാൾക്ക് നാൾ ഏറി വന്നു. അക്കാലത്ത് തൻ്റെ സുഹൃത്തായ വീരസിംഹന്റെ വിശേഷങ്ങൾ അറിയാനായി ഒരു ദൂതനെ വിക്രമാദിത്യൻ അദ്ദേഹത്തിൻ്റെ രാജധാനിയായ അനംഗപുരിയിലേക്ക് അയച്ചു. ദേവഭൂതി എന്നായിരുന്നു അയാളുടെ പേര്. അനംഗപുരിയും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അധീനതയിലുള്ള രാജ്യമാണ്. ദേവഭൂതി വിക്രമാദിത്യൻ്റെ അധീനതയിലുള്ള വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് ഒടുവിൽ അനംഗപുരിയിലെത്തി. രാജാവ് ദേവഭൂതിയെ സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ചു. ദേവഭൂതി കുറച്ചുനാൾ രാജാവിൻ്റെ അതിഥിയായി കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. ഒരു ദിവസം വീരസിംഹ മഹാരാജാവിൻ്റെ സൈനിക ബലം കണ്ടുകൊണ്ടിരുന്ന ദേവഭൂതിയുടെ അരികിലേക്ക് ഒരു ദൂതനെത്തി. അയാൾ പറഞ്ഞു, ഞാൻ സിംഹാലദേശത്തെ രാജാവിൻ്റെ ദൂതനാണ്. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഒരു ദൂതൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. അങ്ങയെ ഞങ്ങളുടെ രാജധാനിയിലേക്ക് ക്ഷണിക്കാനാണ് എൻ്റെ രാജാവ് പറയുന്നത്. അദ്ദേഹത്തിന് വിക്രമാദിത്യ മഹാരാജാവിനായി ഒരു വിശേഷപ്പെട്ട സമ്മാനം കൊടുത്തയക്കണമെന്നുണ്ട്. ദേവഭൂതി പറഞ്ഞു, തീർച്ചയായും. വീരസിംഹ മഹാരാജാവിനോട് കൂടി അനുമതി വാങ്ങിയിട്ട് നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. പിറ്റേന്ന് ഇരുവരും സമുദ്രമാർഗം സിംഹാല രാജ്യത്തെത്തി. അവിടുത്തെ രാജാവിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. രാജാവ് ദേവഭൂതിയോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ദേവഭൂതിയെ വിളിപ്പിച്ചത്. നമ്മുടെ മകൾ രൂപവതിക്ക് മഹാപ്രതാപിയായ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഭാര്യയാവണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒരു കൊച്ചു രാജ്യമായ സിംഹാലത്തിലെ രാജകുമാരിക്ക് വിക്രമാദിത്യനെ പോലെ മഹാനായൊരു രാജാവിനെ ആഗ്രഹിക്കാമോ എന്ന് ഞങ്ങൾക്ക് ശങ്കയുണ്ടായിരുന്നു. അതിനാൽ സിംഹാല രാജ്യത്തു നിന്നും ഒരു ദൂതൻ അവിടെ വരെ പോവുകയുണ്ടായി. മഹാരാജാവ് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ദേവഭൂതി തിരിച്ചുള്ള യാത്രയിൽ നമ്മുടെ മകളെയും ഒപ്പം കൂട്ടണം. ദേവഭൂതി പറഞ്ഞു, മഹാരാജാവ് സമ്മതം മൂളിയിട്ടുണ്ടെങ്കിൽ അടിയന് വിരോധമൊന്നുമില്ല. സുരക്ഷിതയായി തന്നെ കുമാരിയെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചോളാം. ദേവഭൂതി കുമാരിയെ കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ ദേവഭൂതി അത്ഭുതം കൂറി. കുമാരിക്ക് പറ്റിയ വരൻ വിക്രമാദിത്യ മഹാരാജാവ് തന്നെയെന്ന് അയാൾക്ക് തോന്നി. അയാൾ പറഞ്ഞു, കുമാരി, തയ്യാറെടുപ്പുകൾക്ക് ശേഷം പരിവാരങ്ങളുമൊത്ത് അനംഗപുരിയിലേക്ക് എത്തുക. അവിടെ നിന്നുള്ള യാത്ര വീരസിംഹ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാവാം. അടിയൻ ഇപ്പോൾ തിരിച്ചു പോകുന്നു. വിക്രമാദിത്യ മഹാരാജാവ് കൽപ്പിച്ചു തന്ന ജോലികൾ കഴിഞ്ഞിട്ടില്ല. വേണ്ട നിർദ്ദേശങ്ങൾ രൂപവതിക്ക് നൽകിയിട്ട് ദേവഭൂതി സമുദ്രമാർഗം അനംഗപുരിയിലേക്ക് യാത്ര തിരിച്ചു. വഴിമധ്യേ അവനൊരു ദ്വീപ് കണ്ടെത്തി. അവിടെ അതിസുന്ദരികളായ 2 സ്ത്രീകൾ ജീവനുള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മാൻകുട്ടിയുടെ പ്രതിമയെ താലോലിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. ഒരുവൾ ഞാവൽപ്പഴം പോലെ കറുത്തവളും രണ്ടാമത്തെ സുന്ദരി ചന്ദ്രനെ പോലെ വെളുത്തവളുമായിരുന്നു. സമുദ്രത്തിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്ന ആ ദ്വീപിലെ കാഴ്ചകൾ കണ്ട് ദേവഭൂതി അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. കപ്പൽ തകർന്ന് തീരത്തോടടുത്തുള്ള ഒരു പാറക്കെട്ടിലടിഞ്ഞു. കപ്പലിലുള്ളവരെയെല്ലാം ഭീകരരൂപികളായ മത്സ്യങ്ങൾ ആഹാരമാക്കാൻ തുടങ്ങി. ഉടനെ ദ്വീപിൽ കണ്ട അപ്സര സ്ത്രീകൾ കപ്പലിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ദേവഭൂതിയെ എടുത്തുകൊണ്ട് ദ്വീപിലെ ഒരു ഗുഹയിൽ കൊണ്ടുവിട്ടു. കാറ്റടങ്ങിയപ്പോൾ അവൻ പുറത്തിറങ്ങി. ദ്വീപിലൊരു പൊയ്കയിൽ അതിസുന്ദരിയായ ഒരു യുവതിയും സഖിമാരും കുളിക്കുന്നത് അവൻ കണ്ടു. അവർ പൊയ്കയിൽ നിന്നും കരയ്ക്ക് കയറിയപ്പോൾ ദേവഭൂതി അവിടേക്ക് ചെന്നു. നിങ്ങൾ ആരാണ്? എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങളാണോ? ദേവഭൂതി ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ദേവഭൂതി തെല്ലു ദേഷ്യത്തിൽ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും ആരും മറുപടി പറഞ്ഞില്ല. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ദൂതനായ ദേവഭൂതിയാണ് ഞാൻ. സുരക്ഷിതനായി ഞാൻ ഉജ്ജയിനിയിൽ തിരികെ എത്തിയില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭീകരമായിരിക്കും. നിങ്ങൾ ഏത് ദേവലോകത്തെ യക്ഷറാണിമാരാണെങ്കിലും എൻ്റെ തമ്പുരാൻ ക്ഷമിക്കില്ല. വിക്രമാദിത്യ ചക്രവർത്തിയുടെ പേര് കേട്ടതോടെ അവരിൽ പ്രധാനിയായ യുവതി പുഞ്ചിരിച്ചു. അവൾക്ക് ചുറ്റും നിന്നവർ ആദരവോടെ നിന്നു. അവൾ പറഞ്ഞു,
വിക്രമാദിത്യ മഹാരാജാവിന് ക്ഷേമം തന്നെയല്ലേ? അദ്ദേഹത്തെപ്പറ്റി എന്നോട് പറയേണ്ട കാര്യമില്ല, എനിക്കെല്ലാം അറിയാം. അദ്ദേഹം എനിക്കും വേണ്ടപ്പെട്ടയാളാണ്. നിങ്ങൾ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരിക. യാത്ര ചെയ്ത് തളർന്നിരിക്കുകയല്ലേ? വിശ്രമിച്ച ശേഷം സംസാരിക്കാം. അവരെ അനുഗമിക്കുകയല്ലാതെ മറ്റ് വഴികളില്ല എന്ന് മനസ്സിലാക്കിയ ദേവഭൂതി ഒന്നും മിണ്ടിയില്ല. വനത്തിലൂടെ അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം മനോഹരമായൊരു കൊട്ടാരത്തിന് മുന്നിൽ അവർ എത്തി. ദേവഭൂതിയെ ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി യുവതി സംസാരിച്ചു തുടങ്ങി. യക്ഷരാജാവായ ദുന്ദുഭിയുടെ പുത്രി മദനമഞ്ജരി എന്ന യക്ഷകന്യകയാണ് ഞാൻ. ധനപതിയായ കുബേരൻ്റെ ഒരു സഹോദരനായ മണിഭദ്രനാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒടുവിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും തരാം. മദനമഞ്ജരി പറഞ്ഞു തുടങ്ങി. മദനമഞ്ജരിയും ഭർത്താവ് മണിഭദ്രനും കാനനത്തിൽ പ്രണയസല്ലാപങ്ങളിൽ ഏർപ്പെടുക പതിവായിരുന്നു. ഒരിക്കൽ ദുർമാർഗിയായ ഒരു സന്യാസി അതുവഴി വന്നു. മദനമഞ്ജരിയെ കണ്ടതും വശീകരണത്തിലൂടെ സ്വന്തമാക്കാൻ അയാൾ ശ്രമിച്ചു. അതിനായി കാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു ശ്മശാനത്തിൽ അയാൾ ദുർമന്ത്രവാദം തുടങ്ങി. ഏറെ നേരം കഴിയുന്നതിന് മുൻപേ തന്നെ മദനമഞ്ജരിക്ക് അതിൻ്റെ സൂചനകൾ കിട്ടിത്തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൾ ഭർത്താവായ മണിഭദ്രനെ വിവരമറിയിച്ചു. എനിക്കെന്തോ ഭയമാവുന്നു. ഞാൻ മറ്റൊരു ലോകത്തേക്ക് പോകുന്നത് പോലെ തോന്നുന്നു. മണിഭദ്രന് പരിഭ്രമമായി. ദിവ്യസിദ്ധിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കി. തൻ്റെ ശക്തി കൊണ്ട് മാത്രം ആ സന്യാസിയെ ഒന്നും ചെയ്യാനാവില്ല എന്ന് അവന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ മദനമഞ്ജരിയോട് പറഞ്ഞു, ഉടനെ തന്നെ ഞാൻ ബ്രഹ്മദേവനെ പ്രസാദിപ്പിക്കാം. എപ്പോൾ വിളിച്ചാലും എത്തിച്ചേരാമെന്ന അനുഗ്രഹം എനിക്കുണ്ട്. അദ്ദേഹം ഒരു വഴി പറഞ്ഞു തരാതിരിക്കില്ല. മണിഭദ്രൻ ബ്രഹ്മദേവനെ സ്മരിച്ചു. വൈകാതെ തന്നെ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. മണിഭദ്രൻ വിവരങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, മണിഭദ്ര, നീ പറഞ്ഞ യോഗി ദുർമാർഗിയാണ്. മന്ത്രസിദ്ധിയാൽ അതിശക്തനുമാണ്. അയാളെ എതിർക്കാനുള്ള ശക്തി നിനക്കില്ല. പക്ഷേ ഭയപ്പെടേണ്ട. അയാൾ ആവാഹനം നടത്തുന്ന ആ ശ്മശാനമിരിക്കുന്ന നഗരം ഇപ്പോൾ ഉജ്ജയിനിയുടെ ഭാഗമാണ്. ധൈര്യമായിരിക്കുക. അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ മറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് മണിഭദ്രന് മനസ്സിലായില്ല. കലങ്ങി മറിഞ്ഞ മനസ്സോടെ അയാൾ എന്തൊക്കെയോ ചിന്തിച്ചു. അപ്പോഴേക്കും മദനമഞ്ജരി ദുർമാർഗിയായ സന്യാസിയുടെ വശീകരണത്തിന് വഴങ്ങിക്കഴിഞ്ഞിരുന്നു. കണ്ണു തുറന്നപ്പോൾ അവൾ സന്യാസി മന്ത്രവാദം നടത്തുന്ന ആ ശ്മശാനത്തിലാണ്. സന്യാസി ആർത്തിയോടെ അവളെ നോക്കി നിൽക്കുന്നു. അവളാകെ ഭയന്നുപോയി. എങ്ങനെയാണ് താൻ അവിടെ എത്തിയത് എന്ന് ഒരു രൂപവുമില്ല. ഈ സ്ഥലം ഉജ്ജയിനിയിലാണ് എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. ഉജ്ജയിനിയിൽ എന്താണ് പ്രത്യേകത? ആരെയാണ് സഹായത്തിന് വിളിക്കേണ്ടത്? നിസ്സഹായയായ അവൾ ഉറക്കെ ഉറക്കെ നിലവിളിച്ചു. നിലവിളിക്കിടയിൽ വൃദ്ധനായ ഒരാൾ കയ്യിലൊരു വടിയുമായി ശ്മശാനത്തിലൂടെ കൂനിക്കൂടി നടന്നു വരുന്നത് അവൾ കണ്ടു. അയാളെ കണ്ട് സന്യാസി പറഞ്ഞു, ആരാ താൻ? രാത്രിയിൽ ഇവിടെ എന്തിനു വന്നു? ജീവൻ വേണമെങ്കിൽ തിരിച്ചുപോ. ഇതിലിടപെടണ്ട. ഇല്ലെങ്കിൽ ചാമ്പലായി പോന്നീ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. തളർന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഉജ്ജയിനിയിലാണ് എന്ന വിവരം അറിയാമോ? എവിടെയായാലെന്താ, ഞാൻ ഉള്ളിടത്ത് ഞാൻ തന്നെയാണ് രാജാവ്. ഇത് കേട്ട് വൃദ്ധൻ ചിരിച്ചു. ഈ രാജ്യത്തിൽ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ, അതറിയാമോ? എന്നെ എതിർക്കാനും ശിക്ഷിക്കാനും മാത്രം വളർന്ന ഒരാൾ ഈ നാട്ടിലുണ്ടെങ്കിൽ വിളിക്കേ, കാണട്ടെ. വൃദ്ധൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. അപ്പോഴേക്കും ഭീകരരൂപിയായ ഒരു നിഴൽ സന്യാസിയുടെ പിന്നിൽ തെളിഞ്ഞു. അത് അഗ്നിശിഖൻ എന്ന വേതാളമായിരുന്നു. വേതാളം സന്യാസിക്ക് നേരെ പാഞ്ഞെടുത്തു. ആ രൂപം കണ്ട് അയാൾ ഒരു നിമിഷം ഭയന്നു നിന്നുപോയി. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ തന്നെ വേതാളം സന്യാസിയെ എടുത്തുയർത്തി ആകാശത്തേക്കെറിഞ്ഞു. താഴെ വീണ അയാളുടെ ശരീരം ഛിന്ന ഭിന്നമായി പോയി. വേതാളം നിലത്തിരുന്നു കൊണ്ട് ആ മാംസം ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും യമശിഖൻ എന്നു പേരായ മറ്റൊരു വേതാളം അവിടെയുള്ള ഒരു ചിതയ്ക്കരികിൽ നിന്നും ഉയർന്നു വന്നു. അതും ചിതറിക്കിടക്കുന്ന മാംസം ഭക്ഷിക്കാൻ തുടങ്ങി. ഇരുവരും തമ്മിൽ കലഹമായി. മദനമഞ്ജരി ഭയപ്പാടോടെ ഇത് നോക്കി നിന്നു. അഗ്നിശിഖൻ എന്ന വേതാളം പറഞ്ഞു, ഈ ശ്മശാനത്തിലെ ശവങ്ങൾ എനിക്കുള്ള ആഹാരമാണ്. ഇതെനിക്ക് ഇവിടം സംരക്ഷിക്കുന്നതിന് വിക്രമാദിത്യ മഹാരാജാവ് കൽപ്പിച്ചു തന്നിട്ടുള്ള അവകാശമാണ്. ഇതിൽ കൈവയ്ക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ യമശിഖൻ വിട്ടില്ല. ശ്മശാനത്തിലെ ശവത്തിന് പോലും അധികാരം കൽപ്പിച്ചു കൊടുക്കുന്ന നിന്റെ മഹാരാജാവ് ആരാണ്?
അയാൾക്ക് വേറെ പണിയില്ലേ? ഉജ്ജയിനിയിലെ പുൽക്കൊടി പോലും ബഹുമാനിക്കുന്ന ഞങ്ങളുടെ മഹാരാജാവിനെ നിനക്കറിയില്ലേ? അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം എന്നെ അടിമയാക്കിയ കഥ ഞാൻ പറയാം, എന്നിട്ട് തീരുമാനിക്കേ. അഗ്നിശിഖൻ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തിയ ഒരു ചൂതുകളിക്കാരൻ എന്നെ ഈ ശ്മശാനത്തിൻ്റെ മൂലയിലുള്ള പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അവിടെ 2 യക്ഷന്മാർ താമസിച്ചിരുന്നു. ഉജ്ജയിനിയിൽ നിന്നും ഒരു കന്യകയെ അപഹരിക്കാൻ ശ്രമിച്ചതിന് എൻ്റെ മഹാരാജാവ് അവർക്ക് കൊടുത്ത ശിക്ഷയായിരുന്നു 10 വർഷം അവിടെ കഴിയുക എന്നത്. ശക്തരായ തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല എന്ന വിശ്വാസത്തിലായിരുന്നു അവർ. പക്ഷേ എൻ്റെ മഹാരാജാവ് അവരെ കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിന് മുന്നിൽ അവർ മുട്ടുകുത്തുകയും ചെയ്തു. ജീവൻ തിരിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ച അവർക്ക് മഹാരാജാവ് മാപ്പ് കൊടുത്തു നൽകിയ ശിക്ഷയായിരുന്നു അത്. ശാപകാലം കഴിഞ്ഞപ്പോൾ അവരെന്നെയും അവിടെ നിന്നും രക്ഷിച്ചു. വിശന്നു വലഞ്ഞ ഞാനും വേറെ വഴിയില്ലാതെ മനുഷ്യമാംസം തേടി അലഞ്ഞു. അപ്പോഴാണ് ഒരു ബാലൻ കാട്ടിലൂടെ വിറക് ശേഖരിച്ച് നടന്നു പോകുന്നത് കണ്ടത്. ഞാൻ അവനെ കടന്നു പിടിച്ചു. അവൻ കരഞ്ഞു. വിക്രമാദിത്യ മഹാരാജാവേ, എന്നെ രക്ഷിക്കണേ എന്നായിരുന്നു അവൻ നിലവിളിച്ചത്. ഒരു നിമിഷം പോലും വൈകിയില്ല. അകലെ നിന്നും പൊടിപടലങ്ങൾ ഉയരുന്നത് ഞാൻ കണ്ടു. ഒപ്പം കുതിരക്കുളമ്പടി ശബ്ദവും കേട്ടു. ഭൂമി കുലുങ്ങുകയാണോ എന്ന് തോന്നിപ്പോയി. ഏറെ കഴിയും മുമ്പേ അതികായനായ ഒരാൾ അവിടേക്ക് വന്നു. ആ രൂപം കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി. ബാലൻ അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. അയാൾ കയ്യിലുള്ള വാളുകൊണ്ട് നിലത്തൊരു വൃത്തം വരച്ചു. അതിനുള്ളിലൊരു പുരുഷരൂപവും വരച്ചു. എന്നിട്ട് ആ വാൾ അതിൻ്റെ കഴുത്തിൽ വെച്ചു. ചെറുതായൊന്ന് വരഞ്ഞപ്പോൾ രക്തം വന്നത് എൻ്റെ കഴുത്തിൽ നിന്നായിരുന്നു. വന്നയാൾ നിസ്സാരക്കാരനല്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. അന്നു മുതൽ ഈ ശ്മശാനത്തിൻ്റെ കാവൽക്കാരനാണ് ഞാൻ. ഈ ശവങ്ങൾ എനിക്കുള്ള ഭക്ഷണമാണ്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. കഥ കേട്ടിട്ടും യമശിഖൻ വിടാൻ തയ്യാറല്ലായിരുന്നു. ഉച്ചത്തോടെ അവൻ പറഞ്ഞു, നിന്റെ മഹാരാജാവിനോട് വരാൻ പറ, എന്നിട്ട് എന്നോട് മുട്ടി ജയിക്കട്ടെ അയാൾ. അഗ്നിശിഖൻ ഒരു നിമിഷം മൗനമായി അവിടെ നിന്നിരുന്ന വൃദ്ധനെ നോക്കി. അത് കണ്ട് മദനമഞ്ജരിയും അങ്ങോട്ട് നോക്കി. കയ്യിലുള്ള ഊന്നുവടി കൊണ്ട് ഭൂമിയിലൊരു വൃത്തം വരയ്ക്കുകയായിരുന്നു അയാൾ. അതിനുശേഷം അതിലൊരു പുരുഷരൂപം വരച്ചു ചേർത്തു. പെട്ടെന്ന് അരയിൽ നിന്നും ഒരു വാൾ വലിച്ചെടുത്ത് രൂപത്തിൻ്റെ വലത് കൈയിൽ ആഞ്ഞുവെട്ടി. യമശിഖൻ്റെ വലത് കൈ മുറിഞ്ഞ് നിലത്തു വീണു. ഒരലർച്ചയോടെ അവൻ ഭയന്ന് കാട്ടിലേക്ക് ഓടിമറിഞ്ഞു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് വേഷപ്രച്ഛന്നനായി കാടാറുമാസം സഞ്ചരിക്കുന്ന വിക്രമാദിത്യ മഹാരാജാവാണെന്ന് മദനമഞ്ജരിക്ക് മനസ്സിലായി. അല്പസമയത്തിനകം ആ രൂപം വന്നതുപോലെ ഇരുളിൽ മറഞ്ഞു. അവൾ കഥ പറഞ്ഞു നിർത്തി. അന്ന് വിക്രമാദിത്യ മഹാരാജാവ് എൻ്റെ ചാരിത്രം രക്ഷിച്ചു. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവായ മണിഭദ്രനോടൊപ്പം ഇവിടെ അല്ലലില്ലാതെ കഴിയുന്നു. കപ്പൽ കണ്ടപ്പോഴേ എനിക്ക് നിങ്ങളെ മനസ്സിലായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കന്യകകളെയും മാൻകുട്ടിയെയും തീരത്തേക്ക് അയച്ചത്. കാറ്റും പേമാരിയും വരുമെന്നും ഭീകര മത്സ്യങ്ങൾ ഇവിടെയുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. അപകടത്തിൽ നിന്ന് രക്ഷിച്ച് തീരത്തുള്ള ഗുഹയിൽ നിങ്ങളെ എത്തിക്കണമെന്ന് അവരോട് ഞാൻ പറഞ്ഞിരുന്നു. ഈ കന്യകമാർ പ്രജാപതിയുടെ പുത്രിമാരാണ്. സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്രഹ്മദേവനെ ശല്യപ്പെടുത്താനായി 2 അസുരന്മാർ വന്നു. അവരെ തുരത്താനുള്ള ഉപായമായിട്ടാണ് ഈ കന്യകമാരെ പ്രജാപതി സൃഷ്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്ത്രം വിജയിച്ചു. അസുരന്മാർ ഇവരെ സ്വന്തമാക്കാൻ വേണ്ടി പരസ്പരം കലഹിച്ച് മരിച്ചു വീണു. അത് കഴിഞ്ഞ് അദ്ദേഹം കുബേരനെ വിളിച്ച് ഇവരെ അനുരൂപനായ ഒരു ഭർത്താവിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. കുബേരൻ ഇവരെ എൻ്റെ ഭർത്താവായ മണിഭദ്രനെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് ഇവരെ എന്നെ ഏൽപ്പിച്ചത്. ഇവർക്ക് അനുരൂപനായ ഭർത്താവ് വിക്രമാദിത്യൻ തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. ദേവഭൂതി തിരിച്ചു പോകുമ്പോൾ ഇവരെ കൂടി ഒപ്പം കൂട്ടുക. ദേവഭൂതി പുഞ്ചിരിയോടെ തലയാട്ടി. മദനമഞ്ജരി തുടർന്നു. ഇനി ഈ മാൻകുട്ടിയുടെ കഥ പറയാം. ഇത് ഇന്ദ്രന്റെ മകനായ ജയന്തന് ഇന്ദ്രന്റെ ആവശ്യപ്രകാരം വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ്. പിന്നീട് രാക്ഷസരാജാവായ രാവണന്റെ പുത്രൻ ഇന്ദ്രജിത്ത് ദേവലോകം ആക്രമിച്ചപ്പോൾ അപഹരിച്ച നിരവധി വിശിഷ്ട വസ്തുക്കളോടുമൊപ്പം ഈ മാൻകുട്ടിയും ഉണ്ടായിരുന്നു. കുറേ കാലം രാവണ രാജ്യമായ ലങ്കയിൽ ഇതുണ്ടായിരുന്നു. രാവണൻ ശ്രീരാമനാൽ സംഹരിക്കപ്പെട്ടപ്പോൾ ഈ മാൻകുട്ടി വിഭീഷണന്റെ അധീനതയിലായി. ആ സമയത്ത് ചെറുപ്പമായിരുന്ന എനിക്ക് വിഭീഷണൻ സമ്മാനമായി തന്നതാണിത്. ഇനി ഇത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ രാജാവായ വിക്രമാദിത്യനാണ്. ഇവരോടൊപ്പം ഇതിനെയും അദ്ദേഹത്തെ ഏൽപ്പിക്കണം. മദനമഞ്ജരി പറഞ്ഞതെല്ലാം ദേവഭൂതി കേട്ടുനിന്നു. ഇനിയൊരു കാര്യം കൂടി എനിക്ക് ചെയ്യുവാനുണ്ട്. അനങ്കപുരിയുടെ രാജ്യാതിർത്തിയിൽ
കരുത്തരായൊരു ശത്രു സൈന്യം താവളമാക്കിയിരിക്കുന്നു. അവരുടെ ആക്രമണം ഉടനെ ഉണ്ടാവും. ദേവഭൂതി വീരസിംഹരാജാവിനെ കണ്ട് ഈ വിവരം കൂടി അറിയിക്കണം. എൻ്റെ അധീനതയിലുള്ള യക്ഷസൈന്യത്തെ സഹായത്തിനായി ഞാൻ അയക്കുന്നുണ്ട്. ഇത് വിക്രമാദിത്യ മഹാരാജാവിനോടുള്ള എൻ്റെ കടപ്പാടാണ്. കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച ശേഷം ദേവഭൂതി വീരസിംഹൻ്റെ അടുത്ത് തിരിച്ചെത്തി വിവരങ്ങളെല്ലാം അറിയിച്ചു. അപ്പോഴേക്കും സിംഹാല രാജാവിൻ്റെ പുത്രി രൂപവതി പരിവാരസമേതം വീരസിംഹൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ശത്രു സൈന്യം ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുന്ന വിവരവും ദേവഭൂതി രാജാവിനോട് പറഞ്ഞു. അപ്പോഴേക്കും അകലെ നിന്നും ശത്രു സൈന്യത്തിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരുന്നു. അതേസമയം സമുദ്രമാർഗം യക്ഷസൈന്യവും എത്തിച്ചേർന്നു. അതിഭീകരമായ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ വീരസിംഹൻ നയിക്കുന്ന വിക്രമാദിത്യ സൈന്യം വിജയിച്ചു. ദേവഭൂതി ഉജ്ജയിനിയിൽ തിരിച്ചെത്തി. അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം വിക്രമാദിത്യനെ ധരിപ്പിച്ചു. സിംഹാല രാജാവിൻ്റെ പുത്രി രൂപവതിയും 2 യക്ഷകന്യകമാരും മദനമഞ്ജരിയുടെ സമ്മാനമായ മാൻകുട്ടിയും യുദ്ധത്തിൽ വിജയശ്രീലാളിതനായ വീരസിംഹനോടൊപ്പം വിക്രമാദിത്യ സദസ്സിലേക്ക് വരുന്നുണ്ട് എന്നറിയിച്ചു. വിക്രമാദിത്യൻ പുഞ്ചിരിയോടെ അവരെ സ്വീകരിക്കാൻ തയ്യാറെടുത്തു. സിംഹാസനത്തിലെ 4ാമത്തെ പ്രതിമയും കഥ പറഞ്ഞു നിർത്തി. പിറ്റേന്ന് ഭോജരാജാവ് വീണ്ടും സിംഹാസനാരോഹണത്തിന് ശ്രമിച്ചു. ഇത്തവണ 5ാമത്തെ പടിയിലുള്ള പ്രതിമ രജനി സംസാരിച്ചു തുടങ്ങി. ഭോജരാജാവേ, ഏറെ രസകരവും ആവേശോജ്വലിതവുമായ വിക്രമാദിത്യ ചരിതം അങ്ങ് ഞങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്ന കഥകൾ ഞാനും പറയാം. അങ്ങേക്ക് ഇനിയും കഥകൾ കേൾക്കണമെന്നില്ലേ? ഭോജരാജാവ് ഉന്മേഷത്തോടെ തലയാട്ടി. രജനി എന്ന പ്രതിമ കഥകളുടെ കെട്ടഴിച്ചു.